പണ്ട് പണ്ട് കാട്ടിൽ ഒരു കള്ളൻ താമസിച്ചിരുന്നു. ഒരിക്കൽ അയാൾ ഒരു അമ്പലത്തിലേക്ക് ചെന്നു. അവിടെ നിന്നും ദൈവത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും വെള്ളിമണിയും കട്ടെടുത്തു. വീട്ടിലെത്താൻ അയാൾക്ക് ഒരു മല കയറേണ്ടതുണ്ടായിരുന്നു. മലമുകളിലെ കാട്ടിലൂടെ അയാൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ മണി കിലുങ്ങുന്ന ശബ്ദം കേട്ട പുലി ശബ്ദത്തിന്റെ ഉറവിടം തേടിക്കൊണ്ടിരുന്നു. കള്ളനെ കണ്ടതും പുലി ചാടി വീണ് അയാളുടെ കഥ കഴിച്ചു. മണി നിലത്തു വീണു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം കുരങ്ങന്മാർ അതിലെ വന്നു. ഒരു കുരങ്ങൻ ആ വെള്ളിമണിയെടുത്ത് അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി. മണി കിലുങ്ങുന്ന ശബ്ദം കുരങ്ങന് രസകരമായി തോന്നി. തൊട്ടടുത്ത ഗ്രാമത്തിലുള്ളവർ മലമുകളിൽ നിന്നും മണിയടിക്കുന്ന ശബ്ദം കേട്ടു. പാവം ഗ്രാമവാസികൾ പേടിച്ചു വിറച്ചുപോയി. നിബിഡമായ വനത്തിൽ നിന്നും എങ്ങനെയാണ് മണികിലുക്കം കേൾക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല. ഇതിന്റെ ദുരൂഹതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഗ്രാമവാസികൾ യോഗം ചേർന്നു. നല്ല ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ അന്വേഷണത്തിനായി മലമുകളിലേക്ക് അയച്ചു. ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ മലമുകളിലെ കാട്ടിലെത്തിയതും കള്ളന്റെ മൃതശരീരം അവിടെ കിടക്കുന്നത് കണ്ടു. അയാൾക്ക് കള്ളനെ പെട്ടെന്ന് തിരിച്ചറിയാനായി. അപ്പോൾ കാട്ടിൽ നിന്നും മണികിലുക്കം കേട്ടു. ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലായില്ല. ചെറുപ്പക്കാരൻ പേടിച്ചു വിറച്ച് കാട്ടിൽ നിന്നും തിരിച്ചോടി. ഗ്രാമത്തിലെത്തിയ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവിടെ കാട്ടിനകത്ത് ഒരു ദുഷ്ടൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അയാളുടെ പ്രേതമാ കാട്ടിൽ അലഞ്ഞു നടന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നശീകരണ ശക്തിയുള്ള പ്രേതം ഇപ്പോൾ കാട്ടിലുണ്ട്. ഓരോ പ്രാവശ്യവും അടുത്ത മരണം അറിയിക്കാനാ മണിയടിക്കുന്നത്. ഇത് കേട്ട ഗ്രാമവാസികൾ പേടിച്ചുപോയി. അവർ ആ കാട്ടിലേക്ക് പോകുന്ന പതിവും നിർത്തിക്കളഞ്ഞു. പ്രജകൾ പേടിച്ചരണ്ടുവെന്ന വാർത്ത കേട്ട രാജാവ് ഇങ്ങനെ വിളംബരം ചെയ്തു: മാന്യ മഹാജനങ്ങളെ, മലമുകളിലെ കാട്ടിൽ നിന്നും പ്രേതത്തെ വിരട്ടിയൊടിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവർക്ക് പാരിതോഷികങ്ങൾ നൽകുന്നതാണ് രാജാവിന്റെ കൽപ്പന. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മലമുകളിലെ കാട്ടിൽ പ്രേതമോ? ആരാണ് മണിയടിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും. വൃദ്ധ മലമുകളിലെ കാട്ടിലെത്തി. അവിടെ മരിച്ചു കിടക്കുന്ന കള്ളനെ അവർ കണ്ടു. അയാൾ മോഷ്ടിച്ച വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും അപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. പുലിയുടെ കാൽപ്പാടുകളും കള്ളന്റെ മൃതശരീരവും കണ്ടപ്പോഴേ അവർക്ക് കാര്യം പിടികിട്ടി. കുറച്ചു ദൂരെ കുരങ്ങന്മാർ വെള്ളിമണി എറിഞ്ഞു കളിക്കുന്നതും അവർ കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് വൃദ്ധയ്ക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. വൃദ്ധ നേരെ കൊട്ടാരത്തിലേക്ക് ചെന്ന് രാജാവിനോട് പറഞ്ഞു: മഹാരാജാവേ, അങ്ങ് അനുവാദം തന്നാൽ മലമുകളിലെ കാട്ടിലെ പ്രേതത്തെ ഞാൻ വിരട്ടി ഓടിക്കാം. അത് തെളിയിക്കാനായി ആ മണി ഞാൻ കൊട്ടാരത്തിൽ എത്തിക്കുകയും ചെയ്യാം. ഓ, പ്രേതത്തെ വിരട്ടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാം കൃതാർത്ഥനായിരിക്കും. സഹായത്തിന് ആരെങ്കിലും വേണമെങ്കിൽ അയക്കാം. വേണ്ട മഹാരാജൻ, ഒരു പൂജ നടത്താൻ ആവശ്യമായ കുറച്ച് പഴങ്ങളും കടലയും തന്നാൽ മതി. ആ പൂജയിലൂടെ ഞാൻ പ്രേതത്തെ എന്നേക്കുമായി ഓടിച്ചു വിടാം തിരുമനസേ. നല്ല കാര്യം തന്നെ. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നേരത്തെ അറിയിച്ചിരുന്ന പോലെ നിറയെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ഞാൻ തരുന്നതായിരിക്കും. നന്ദി മഹാരാജൻ, ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരാം. വൃദ്ധ വീണ്ടും മലമുകളിലെ കാട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പഴങ്ങളും കടലയും എല്ലാം ഒരു മരച്ചുവട്ടിൽ വിതറിയിട്ടു. ദൂരെ മറഞ്ഞു നിന്നുകൊണ്ട് അവർ കുരങ്ങന്മാരെ നിരീക്ഷിക്കുകയായിരുന്നു. തിന്നാനുള്ള സാധനങ്ങൾ കണ്ടതും കുരങ്ങന്മാർ മരച്ചുവട്ടിലെത്തി. കുരങ്ങന്മാർ പഴങ്ങളും കടലയും എല്ലാം തിന്നുന്ന തിരക്കിലായിരുന്നു. ഈ തക്കത്തിന് വൃദ്ധ വെള്ളിമണി കൈക്കലാക്കി. എന്നിട്ട് മലയിറങ്ങി വന്ന് നേരെ രാജകൊട്ടാരത്തിലേക്ക് നടന്നു. അവർ രാജാവിനടുത്തേക്ക് ചെന്ന് പറഞ്ഞു: മഹാരാജാവേ, ഇതാണ് ആ പ്രേതങ്ങൾ കുലുക്കിക്കൊണ്ടിരുന്ന വെള്ളിമണി. ആ പ്രേതം ഇനി ഒരിക്കലും കാട്ടിലേക്ക് തിരിച്ചു വരില്ല. ആ, എനിക്ക് സമാധാനമായി. ഇതാ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന സ്വർണ്ണ നാണയങ്ങൾ. വൃദ്ധയുടെ ധീരത കണ്ട ഗ്രാമവാസികൾ സന്തോഷിച്ചു. അന്നു മുതൽ കാട്ടിൽ നിന്നും അപശബ്ദമൊന്നും കേൾക്കാറില്ല. ഗ്രാമവാസികളും സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. ഈ കഥയുടെ സാരം എന്താണ്? കുട്ടികളെ, ആ മുത്തശ്ശിയുടെ ധൈര്യം നിങ്ങൾ കണ്ടില്ലേ? അവരുടെ ധൈര്യമാണ് അവർക്ക് ബഹുമതികൾ നേടിക്കൊടുത്തത്. അതിനാൽ കേൾക്കുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്.
സത്യം എന്താണെന്ന് അന്വേഷിച്ചറിയണം. വളരെ കാലം മുൻപ് കാട്ടിൽ വലിയൊരു കൂട്ടം കുരങ്ങന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു. കുരങ്ങന്മാരുടെ രാജാവ് ബലശാലിയും നല്ല ഭരണാധികാരിയുമായിരുന്നു. പുഴക്കരയിൽ വളർന്നു നിൽക്കുന്ന ഒരു മാവ് കുരങ്ങന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാമരം നിറച്ചും തേനൂറുന്ന മാങ്ങകളായിരുന്നു. കുരങ്ങന്മാരുടെ ബുദ്ധിശാലിയായ രാജാവ് എപ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു: ഒരു മാങ്ങ പോലും പുഴയിലേക്ക് വീഴാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ ആ മാങ്ങ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് ഒഴുകിയെത്തും. അതെങ്ങാനും മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ നാം ഇവിടെ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല. അവരാ മാമ്പഴം അന്വേഷിച്ച് ഇവിടെ എത്തുമെന്നു മാത്രമല്ല, ആ മരം അവരുടേതാക്കാൻ നമ്മളെ വിരട്ടി ഓടിക്കുകയും ചെയ്യും. കുരങ്ങന്മാർ സദാ ജാഗ്രത പുലർത്തിക്കൊണ്ടിരുന്നു. പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന ഏതെങ്കിലും കൊമ്പിൽ മൂത്തു പഴുക്കാറായ മാങ്ങ കണ്ടാൽ പ്രത്യേകിച്ചും. പക്ഷേ ഒരു ദിവസം ഒരു നല്ല മൂത്തുപഴുത്ത മാമ്പഴം അവരറിയാതെ തന്നെ പുഴയിലേക്ക് വീണു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന മാമ്പഴം ഒഴുക്കിൽപ്പെട്ട് അക്കരയെത്തി. കൊട്ടാരത്തിലെ അലക്കുകാരൻ അവിടെ നിന്നുകൊണ്ട് തുണി അലക്കുകയായിരുന്നു. അയാൾ ആ മാമ്പഴം കണ്ടു. മാമ്പഴത്തിന്റെ അസാധാരണമായ രുചി അയാൾ അറിഞ്ഞു. ആ മാമ്പഴം രാജാവിന് കാണിക്കയായി നൽകാൻ അയാൾ തീരുമാനിച്ചു. മഹാരാജാവേ, ഈ പഴുത്ത സ്വർണ്ണ നിറമുള്ള മാമ്പഴം കാട്ടിലെ അരുവിക്കരയിൽ നിന്ന് കിട്ടിയതാ. തികച്ചും അസാധാരണമായ ഈ മാമ്പഴം അങ്ങയ്ക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നി. ഇത് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. രാജാവ് മാമ്പഴം രുചിച്ചു നോക്കി. അത്രയും മധുരമുള്ള ഒരു മാമ്പഴം അദ്ദേഹം അതുവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അത്തരം ധാരാളം മാമ്പഴം വേണമെന്ന് തോന്നി. അദ്ദേഹം ചിന്തിച്ചു, അലക്കുകാരൻ ഈ മാങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണല്ലോ കണ്ടത്. തീർച്ചയായും ഇത് അക്കരെ നിന്നും ഒഴുകിയെത്തിയതായിരിക്കണം. അതുകൊണ്ട് ആ മാമരം പുഴയുടെ മറുകരയിലുള്ളത് തന്നെ. അത് എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഏതാനും ഭടന്മാരെയും കൂട്ടിക്കൊണ്ട് വഞ്ചിയിൽ മറുകരയിലേക്ക് തിരിച്ചു. വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മറുകരയിലുള്ള മാമരം അവർ കണ്ടു. രാജാവിന് വളരെയധികം സന്തോഷം തോന്നി. ഇനി അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും മാമ്പഴം തിന്നാമല്ലോ. അതേസമയം മനുഷ്യർ വഞ്ചിയിലെത്തിയത് ചില കുരങ്ങന്മാർ ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. മനുഷ്യർ വരുന്നുണ്ടെന്ന കാര്യം കുരങ്ങന്മാർ ഓടിച്ചെന്ന് അവരുടെ രാജാവിനോട് പറഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് ഉടനെ തന്നെ സ്ഥലം വിടണം. വള്ളികളിൽ തൂങ്ങിയാടി മറുകരയിൽ എത്തണം. നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായി മറുകരയിൽ എത്തിയതിനു ശേഷം ഞാനും പുറകെ വരാം. പറഞ്ഞത് മനസ്സിലായല്ലോ? എല്ലാ കുരങ്ങന്മാരെയും പുഴ കടക്കാൻ രാജാവ് സഹായിച്ചു. എല്ലാവരും സുരക്ഷിതരായി മറുകരയിൽ എത്തിയെന്ന് ഉറപ്പായ ഉടനെ രാജാവും പുഴ കടക്കാൻ തയ്യാറെടുത്തു. എല്ലാ കുരങ്ങന്മാരും രാജാവിനെയും കാത്തു മറുകരയിൽ നിൽക്കുകയായിരുന്നു. രാജാവിന്റെ ശരീരഭാരം താങ്ങാനുള്ള കരുത്ത് ആ കയറിനുണ്ടായിരുന്നില്ല. കയറ് പൊട്ടി വീണതും കുരങ്ങന്മാരുടെ രാജാവ് പുഴയിലേക്ക് വീണു. രാജാവ് വെള്ളത്തിൽ വീഴുന്നത് കണ്ടതും കുരങ്ങന്മാരെല്ലാം സഹായം അഭ്യർത്ഥിച്ച് കരയാൻ തുടങ്ങി. മനുഷ്യരാജാവ് വഞ്ചിയിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പ്രജകളെയെല്ലാം കുരങ്ങൻ രാജാവ് സുരക്ഷിതമായി പുഴ കടത്തിയത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. വെള്ളത്തിൽ വീണ കുരങ്ങൻ രാജാവിനെ രക്ഷിക്കാൻ മഹാരാജാവ് ഭടന്മാരോട് ആവശ്യപ്പെട്ടു. കുരങ്ങൻ രാജാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു, താങ്കളുടെ ഉത്തരവാദിത്വ ബോധം വളരെ പ്രശംസനീയം തന്നെ. പ്രജകളെല്ലാവരും ഇപ്പോൾ മറുകരയിൽ സുരക്ഷിതരാണ്. താങ്കൾ ക്ഷീണിതനാണല്ലോ. കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം കൊട്ടാരത്തിൽ വന്ന് വിശ്രമിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വന്നാലും. മഹാരാജൻ, അങ്ങയുടെ ക്ഷണത്തിന് നന്ദി.
പക്ഷേ എനിക്ക് വരാനാവില്ല. എന്റെ പ്രജകളോടൊപ്പമാണ് ഞാൻ ഇരിക്കേണ്ടത്. അവരോടൊപ്പം ഞാൻ ഉണ്ടാവണം. നിങ്ങൾ വളരെ മഹാനായ രാജാവാണ്. രാജാവിന് പ്രജകളോടുണ്ടായിരിക്കേണ്ട കടമകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാനും ഒരു രാജാവാണ്. നിങ്ങളെയോ പ്രജകളെയോ ബുദ്ധിമുട്ടിക്കില്ല. സ്വർണ്ണ മാങ്ങകൾ അന്വേഷിച്ചാണ് ഞാനിവിടെ വന്നത്. ഇനി എന്തായാലും ഞാൻ ആ മാങ്ങകൾ തൊടില്ല, അത് തീർച്ച. ഇത് അങ്ങയുടെ സാമ്രാജ്യമാണ്. ഞാനൊരു ദ്രോഹവും ചെയ്യില്ല. അങ്ങ് പ്രജകളോടൊത്ത് സസുഖം ഇവിടെ വാണൊലിയാലും. ജീവൻ രക്ഷിച്ചതിനും സാമ്രാജ്യത്തോട് സൗഹൃദം കാണിച്ചതിനും വളരെ നന്ദി. സുഹൃത്തുക്കളെ സമ്മാനം കൊടുത്തേ ഞാൻ മടക്കി അയക്കാറുള്ളൂ. ദയവായി ഈ സ്വർണ്ണ മാമ്പഴങ്ങൾ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാലും. എല്ലാ വർഷവും ഈ വിശിഷ്ട മാമ്പഴങ്ങൾ ഞാൻ അങ്ങേക്ക് കൊടുത്തയക്കുന്നതായിരിക്കും. നമ്മുടെ സൗഹൃദം എന്നെന്നും നിലനിൽക്കണം. കൊട്ടാരം ജീവനക്കാർ ആ മാമ്പഴങ്ങളും വാങ്ങി യാത്ര തിരിച്ചു. കുരങ്ങന്മാർ കാട്ടിൽ സ്വൈരമായി ജീവിതം നയിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ആ കുരങ്ങൻ എന്തുമാത്രം കുലീനമായാണ് പെരുമാറിയതെന്ന് കണ്ടില്ലേ? സ്വന്തം പ്രജകളോടുള്ള അതിന്റെ സ്നേഹം കണ്ടോ? അങ്ങനെയാണ് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരോട് പെരുമാറേണ്ടത്. ഈ കഥയുടെ സാരം ലോകത്തിലെ എല്ലാവരോടും ദയ കാണിക്കുക. മണ്ടനായ കൂട്ടുകാരൻ. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും അദ്ദേഹം അല്പം വ്യത്യസ്തനായിരുന്നു. സാധാരണയായി മനുഷ്യർ വളർത്തുമൃഗങ്ങളായി പട്ടികളെയും പൂച്ചകളെയും വളർത്താറുണ്ട്. പക്ഷേ ഈ രാജാവിന് വളർത്തുമൃഗമായി കൊട്ടാരത്തിൽ ഒരു കുരങ്ങനാണ് ഉണ്ടായിരുന്നത്. മന്ത്രിമാരും പ്രജകളും ഇത് കണ്ട് രാജാവിനെ പരിഹസിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കിയിരുന്നില്ല. രാജാവും കുരങ്ങനും ഉറ്റ ചങ്ങാതികളായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ എപ്പോഴും അവർ ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം രാജാവ് തന്റെ മുറിയിൽ അല്പനേരം വിശ്രമിക്കാൻ തീരുമാനിച്ചു. രാജാവിന്റെ സുഖനിദ്രയ്ക്കായി കുരങ്ങൻ ഒരു വിശറിയും എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അരികിലിരുന്ന് വീശിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ഈച്ച രാജാവിന്റെ മുഖത്തിനരികിലൂടെ പറന്ന് അദ്ദേഹത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. എന്താ ഈച്ചേ, രാജാവിന്റെ മുഖത്തിനരികിൽ വന്ന് പറക്കാൻ മാത്രം നിനക്ക് ധൈര്യം വന്നോ? പുറത്തുപോ. ദേഷ്യപ്പെടരുത്. ഞാനൊരു സംശയ നിവൃത്തിക്കായി നിങ്ങളെയും മഹാരാജാവിനെയും കാണാൻ വന്നതാണ്. നിനക്ക് സംശയമുണ്ടെങ്കിൽ രാജസദസ്സിലേക്ക് വന്നാൽ അതിനുള്ള ഉത്തരം കിട്ടും. രാജാവിന്റെ ഉറക്കം കെടുത്തുന്നത് ശരിയല്ല. പുറത്തേക്ക് പോ ഈച്ചേ. രാജാവ് വിശ്രമിക്കുകയല്ലേ, ഉറങ്ങിക്കൊള്ളട്ടെ. നിങ്ങളെങ്കിലും എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കൂ. വേഗം ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പൊക്കോണം. വേഗം. രാജാവ് ഉണരും പെട്ടെന്ന്. അതായത് ജനങ്ങൾ പറയുന്നു നിങ്ങളും രാജാവും മരമണ്ടന്മാരാണെന്ന്. ഞാനും ഇത് കേട്ടു. അത് സത്യമാണോ എന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരാഗ്രഹം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും എന്നെ പോലെ മിടുക്കനായ ഒരു സത്യസന്ധനോട്. മാത്രമല്ല എന്നെയും രാജാവിനെയും കുറിച്ച് അപവാദം പറയുന്നു. ഞാൻ നിന്നെ എന്തു ചെയ്യുമെന്ന് നോക്കിക്കോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുരങ്ങൻ കൈ ഉയർത്തിയപ്പോൾ ഈച്ച വേഗം പറന്ന് രാജാവിന്റെ തോളിനരികിൽ ചെന്നിരുന്നു. നിങ്ങൾക്ക് എന്നെ പിടിക്കാനാവില്ല. തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടും. അത് നീയാണോ ഞാനാണോ എന്ന് നമുക്ക് നോക്കാം. കുരങ്ങൻ അടുത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് രാജാവിനരികിലേക്ക് കൊണ്ടുപോയി ഈച്ചയെ കൊല്ലാൻ നോക്കി. അത് പറന്നു മാറിയ ഉടനെ കത്തി നേരെ ചെന്ന് രാജാവിന്റെ ഹൃദയത്തിൽ തറച്ച് രാജാവ് മരിച്ചു. തന്റെ മൂഢത്വം കാരണമുണ്ടായ ആപത്തിനെ കുറിച്ച് കുരങ്ങന് ബോധ്യമായി. അത് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഗുണപാഠം. ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മൂഢന്മാരെ നമ്മുടെ സുഹൃത്തുക്കളാക്കരുത്. അങ്ങനെയുള്ളവരെ സുഹൃത്തുക്കളാക്കിയാൽ അത് നമുക്ക് തന്നെ ആപത്തായി മാറും.